സാക്ഷാൽ സ്ലാത്താൻ ഇബ്രാഹിമോവിച്ച് പറയുകയാണ്, ഇന്ന് വളർന്നു വരുന്ന ഓരോ കുട്ടികളും നെയ്മറാകാൻ ആഗ്രഹിക്കുന്നുവെന്ന്. എൻ്റെ മകൻ പോലും. വർഷങ്ങളേറെയായി പൂർണ്ണതയുള്ള ഒരു നെയ്മർ ഷോ ഈ ലോകം സാക്ഷിയായിട്ട്. എന്നിട്ടും വർഷങ്ങൾക്ക് മുമ്പ് അയാൾ തീർത്തു വെച്ച മാന്ത്രികത ഇന്ന് വളർന്നു വരുന്ന തലമുറയെ പോലും ഇൻസ്പയർ ചെയ്യുകയാണ്. ഒരു കാലത്ത് അയാളുടെ കാലുകൾക്കനുസരിച്ച് വണ്ണം വഴങ്ങിക്കിടന്ന പന്തുമായി അയാൾ തീർത്ത മാന്ത്രിക നിമിഷങ്ങളെല്ലാം ഈ ലോകത്തിനും ഫുട്ബോൾ ആരാധകർക്കും കണ്ണിന് കുളിർമയേകുന്നതായിരുന്നു. ആ കാലങ്ങളിൽ ഓരോ ഫുട്ബോൾ ആരാധകനും അയാളുടെ കളി കാണുവാൻ ഉറക്കമുളച്ച രാവുകളുണ്ട്. വെറും ചാരിറ്റി മാച്ചുകളിലോ ഫ്രണ്ട്ലി മാച്ചുകളിലോ ആയിരുന്നില്ല അയാളുടെ ഷോ ഓഫുകൾ. അയാൾ തീർത്തതെല്ലാം യൂറോപ്പിൻ്റെ മൈതാനങ്ങളിലും ചാമ്പ്യൻസ് ലീഗുകളിലും വേൾഡ് കപ്പിൻ്റെ മഹനീയമായ വേദികളിലുമായിരുന്നു. അയാൾ ഒരു ജനതയുടെ, ഒരു തലമുറയുടെ ഹരമായിരുന്നു. അതെ, ആ സാമ്പാ നൃത്തം കൊണ്ട് അയാൾ ഒരു കാലഘട്ടത്തെ പോലും വശീകരിച്ച് വെച്ചിരുന്നു. എന്നാൽ ഇന്ന് 2026 വേൾഡ് കപ്പ് ഒരുങ്ങുമ്പോൾ അയാളില്ലാത്ത ഒരു വേൾഡ് കപ്പ് സ്ക്വാഡ് പോലും ഇന്ന് സ്വപ്നം കാണുന്നവരുണ്ട്. അവരോടാണ്, അയാളില്ലാതെ അവർക്ക് എങ്ങനെയാണ് അത് സാധ്യമാകുക? പെലെ അവർക്ക് രാജാവായിരുന്നുവെങ്കിൽ നെയ്മർ അവരുടെ സുൽത്താനാണ്. അയാളില്ലാത്തൊരു വേൾഡ് കപ്പ് വേദിയിൽ ബ്രസീൽ ഇറങ്ങുക എന്നത് അവരെ സംബന്ധിച്ച് അത് വലിയ നിരാശയാകും. എന്നാൽ ഞാൻ പറയട്ടെ, നെയ്മറില്ലാത്തൊരു വേൾഡ് കപ്പ് അവർക്കൊരിക്കലും സ്വപ്നം കാണാൻ സാധിക്കില്ല. ആ കാൽപ്പന്തിനെ ഒന്ന് തട്ടുവാൻ ശേഷിയുള്ള നെയ്മർ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ ആൻസലോട്ടി, ഞാൻ പറയട്ടെ, നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് പോലും തീ പിടിക്കുമായിരിക്കും. അതെ, നെയ്മർ തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയാണ് ഈ ലോകം. അയാൾ തിരിച്ചു വരട്ടെ.